ഈ വീഡിയോ ഒന്ന് കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്. പ്രിയപ്പെട്ട എന്റെ ജനാധിപത്യ വിശ്വാസികളെ, ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത്. കണ്ടില്ലെങ്കിൽ അത് നഷ്ടം തന്നെയാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, എന്റെ ചാനൽ അങ്ങോട്ട് അൺസബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇനി നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, വ്യാഴാഴ്ച നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ഖബറുദ്ദീനിക്കാന്റെ ആ ഒരു പ്രതികരണം ഇവിടെ നിന്ന് കേൾപ്പിക്കട്ടെ. അതിന്റെ മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ഈ ഒരു വീഡിയോന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട്. വ്യാഴാഴ്ച നമ്മളെല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു തെറ്റ് പറ്റിയാൽ തിരുത്താൻ വലിയ പാടായിരിക്കും. ഒരിക്കലും മതവും ജാതിയും പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നവർക്ക് വോട്ട് കൊടുക്കാതിരിക്കുക. അവർ പല അടവുകളുമായിട്ട് വരും, പല വർഗീയവുമായിട്ട് വരും. വർഗീയത പറയുന്നവർക്ക് വോട്ടില്ല എന്ന് ചങ്കൂറ്റത്തോടെ നമ്മൾ ഓരോരുത്തരും പറയണം. നമ്മൾക്കിവിടെ ഓണം ആഘോഷിക്കണം, പെരുന്നാൾ ആഘോഷിക്കണം, ക്രിസ്മസ് ആഘോഷിക്കണം. അങ്ങനെ എല്ലാ മതവിഭാഗത്തിന്റെയും ആചാരങ്ങൾ നമുക്കിവിടെ എല്ലാവർക്കും ഒത്തൊരുമയോട്, ഐക്യത്തോട്, ഒരു അമ്മ പെറ്റ മക്കളെ പോലെ സാഹോദര്യത്തോടു കൂടെ നമുക്കിവിടെ ആഘോഷിക്കണം. അതിന് പറ്റിയ ഭരണാധികാരികളെ നമ്മൾ തിരഞ്ഞെടുക്കണം. വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നല്ലവണ്ണം ആലോചിക്കാം. ഒരു തെറ്റ് പറ്റിയാൽ തിരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ് മക്കളെ. നമ്മൾ കേരളക്കാർ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊരു മാതൃകയാണ്. അത് ഈ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഖബറുദ്ദീനിക്കാന്റെ ആ ഒരു കിഡിലൻ പ്രതികരണം ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം. കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒരിക്കലും 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 ഫാസിസ്റ്റ് ഭരണാധികാരികൾക്ക്, മതവും ജാതിയും പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നവർക്ക്, ഒരു പ്രത്യേക മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്നവർക്ക് വോട്ട് കൊടുക്കാതിരിക്കുക. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നും ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാവണം, അല്ലാതെ ചെകുത്താന്മാരുടെ നാടായിട്ട് മാറരുത്. ഈ വീഡിയോ ഒന്ന് കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഖമറുദ്ദീനാണ്, ചെന്നൈയിൽ നിന്ന്. എന്റെ വിഷയം ഈ വരുന്ന 9-ാം തീയതി വ്യാഴാഴ്ച നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ, അതായത് ഇലക്ഷൻ. ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നല്ലത് ആഗ്രഹിക്കുന്ന, നല്ലൊരു സർക്കാർ വരണമെന്ന് ചിന്തിക്കുന്ന, കേരളത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന, മതേതരത്വവും മതമൈത്രിയും സന്തോഷവും ഐക്യവും തകരാതെ കേരളം നല്ലപോലെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന വോട്ടർമാരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇവിടെ രാഷ്ട്രീയമില്ല, ഉള്ളത് ഓപ്പൺ ആയിട്ടാണ്. ഇപ്പോ കേരളത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ വോട്ട് ചോദിക്കുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു തള്ള വോട്ട് ചോദിക്കുകയാണ്. ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രാജ്യത്തിന്റെ ഏറ്റവും നല്ല അന്വേഷണ മികവുള്ള NIA പോലെയുള്ള സംഘടനകൾ കേരളത്തിൽ വന്ന് അന്വേഷണം നടത്തി കേന്ദ്രത്തോടും കോടതികളോടും റിപ്പോർട്ട് കൊടുത്തതാണ് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന്. ഇപ്പൊ തള്ളകൾ പറഞ്ഞു നടക്കണം വോട്ടിന് വേണ്ടിയിട്ട്, 4 വോട്ടിന് വേണ്ടിയിട്ട് തരം താഴ്ന്ന പരിപാടി നടത്തുന്ന കുറെ തള്ളകൾ. ഇപ്പൊ വേറൊരുത്തൻ പറയുന്നത് കേരളത്തെ ടിപ്പു സുൽത്താൻ ആക്രമിച്ചത്രേ. കേരളത്തെ ടിപ്പു സുൽത്താൻ ആക്രമിച്ചു, ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്തു എന്ന് പറഞ്ഞ് വേറൊരുത്തൻ ഇലക്ഷൻ പ്രചാരണം നടത്തുക കേട്ടോ. ഇത് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ചിന്ത ഈ ആളുകൾക്കൊന്നും ഇല്ല. വേറെ ഒരുത്തൻ പറഞ്ഞത് ഇന്ന് പറഞ്ഞ 6-ാം തീയതി ഇന്ന് പറഞ്ഞത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസുകാരോ ഭരണത്തിൽ വരികയാണെങ്കിൽ ക്രിസ്ത്യാനികളായ യുവതികളെയും ഹിന്ദുക്കളായ യുവതികളെയും തീവ്രവാദത്തിന് റിക്രൂട്ട് ചെയ്യുമത്രേ വേറൊരുത്തൻ. ഇവരൊന്നും മനുഷ്യരെ അല്ല. ഇവരൊക്കെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളാണോ? ഇവരൊക്കെ ഈ എന്താ പറയാ, നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുത്തിട്ട് ഈ പൊതുജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിക്കുന്ന ആളുകൾ പറയുന്ന വാക്കുകളാണ്. കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ വന്നാൽ ഹിന്ദുക്കളായ യുവതികളെയും ക്രിസ്ത്യാനികളായ യുവതികളെയും തീവ്രവാദത്തിന് റിക്രൂട്ട് ചെയ്യുന്ന വിവാദ പരാമർശം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. വേറൊരുത്തൻ പറയുന്നത് ടിപ്പു സുൽത്താൻ കേരളത്തെ ആക്രമിച്ചു. ടിപ്പു സുൽത്താൻ ആക്രമിച്ചിട്ടുണ്ട്, ടിപ്പു സുൽത്താൻ ഇല്ലായ്മ ചെയ്തതായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ ഷൂ നക്കിയല്ല. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കി കൊടുത്തിട്ട് സുഖിച്ച് ജീവിച്ചിട്ടില്ല. ടിപ്പു സുൽത്താൻ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടി ഒരുപാട് പേരെ എന്താ പറയാ, ആ പോരാട്ടത്തിനെതിരെ പ്രവർത്തിച്ച, ജാതിയോ മതമോ നോക്കാത്ത മനുഷ്യരെ, അതായത് ജാതിയോ മതമോ നോക്കാതെ ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാതെ അവർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തിയപ്പോ അവരെ ഇല്ലായ്മ ചെയ്തതായിട്ട് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഇല്ലായ്മ ചെയ്യുമ്പോൾ അവൻ മുസ്ലിമാണോ, അവൻ ഹിന്ദുവാണോ, അവൻ ക്രിസ്ത്യനാണോ എന്ന് ടിപ്പു സുൽത്താൻ നോക്കിയിട്ടില്ലത്രേ എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. ടിപ്പു സുൽത്താന്റെ പേര് പറയാൻ ഈ ഒരു യോഗ്യതയുമില്ല. പിന്നെ ലവ് ജിഹാദ് പറഞ്ഞിട്ട് മൊത്തം ജാതിയും മതവും മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ മാത്രം ആക്രമിച്ചുകൊണ്ട് ഇവർ വോട്ട് നേടാൻ ശ്രമിക്കുകയാണ്. നല്ലവരായ ഹിന്ദുക്കളുണ്ട് കേരളത്തിൽ, എത്രയോ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ അല്ലേ, 3.5 കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ. അതിലെ മഹാഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. എത്ര നന്മയുള്ള ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ ക്രിസ്ത്യാനികളായ ക്രൈസ്തവരും മുസ്ലിങ്ങളായ ഞങ്ങളെപ്പോലുള്ളവരും സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐക്യത്തോടെ ജീവിക്കുന്നത്. ഹിന്ദുക്കളില്ലെങ്കിൽ മുസ്ലിങ്ങളില്ല, ഹിന്ദുക്കളില്ലെങ്കിൽ ക്രിസ്ത്യാനികളില്ല. കേരളത്തിൽ എന്നല്ല, രാജ്യത്ത് തന്നെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇരിക്കെ നല്ല ഐക്യത്തോടെ ജീവിക്കുന്ന മതേതര കേരളത്തിൽ, മതേതരത്വത്തിന്റെ രാജ്യത്തിന്റെ ഈറ്റില്ലമാണ് കേരളം. ആ കേരളത്തിനൊരു പവിത്രതയുണ്ട്. ആ കേരളത്തിനകത്ത് ജാതിയും മതവും മാത്രം പറഞ്ഞുകൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന സമീപനം കാഴ്ചവെക്കുന്ന കുറെ നിയമസഭയുടെ ഇലക്ഷന്റെ പേരിൽ പല പ്രദേശങ്ങളിലും
പ്രചാരണം നടത്തുന്നുണ്ട്. ആ പ്രചാരണത്തിൽ ബഹുമാനപ്പെട്ട വോട്ടർമാർ ആരും വീണു പോകരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണോ അവർക്ക് വോട്ട് ചെയ്യുക. ആ വോട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ ചിന്തിക്കണം, ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന പാർട്ടിക്കാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. ആ പാർട്ടി അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ? ഉണ്ടാവാൻ പാടില്ലല്ലോ, ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടാവാത്ത പാർട്ടികൾ ആരാണോ, രാജ്യത്ത് മനുഷ്യരെ ഭിന്നിപ്പിക്കാത്ത, കേരളത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യാത്ത, മനുഷ്യരെ മനുഷ്യരായി കാണുന്ന, പാവങ്ങളെയും ഇടനിലക്കാരെയും പണക്കാരെയും എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് പാവങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പണിയെടുക്കുന്ന, പാവങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല രാഷ്ട്രീയ പാർട്ടികൾ ഏതാണോ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ഇവിടെ മുസൽമാന് പള്ളിയിൽ പോകണം, ക്രൈസ്തവർക്ക് ചർച്ചിൽ പോകണം, ഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ പോകണം. അവർ നല്ലപോലെ പ്രാർത്ഥിക്കണം. അവരുടെ ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കണം. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നടക്കാൻ വേണ്ടി അവർക്ക് അവരുടെ ദേവാലയങ്ങളിൽ പോകണം. അതിന് സ്വാതന്ത്ര്യം വേണം. ഇവിടെ ഓണത്തിന് എല്ലാ മതത്തിൽപ്പെട്ടവരും ഹൈന്ദവരുടെ ഈ ഓണം ആഘോഷിക്കുന്ന മലയാളികളുടെ ആഘോഷമാണെങ്കിലും കൂടുതലും ആഘോഷിക്കുന്ന ഹൈന്ദവരാണ്. ഹൈന്ദവരുടെ ആഘോഷത്തിൽ അവരുടെ ആഘോഷത്തിൽ എല്ലാ മതക്കാരും പോയി പങ്കെടുക്കാറുണ്ട്. നല്ല ഒരു അമ്മ പെറ്റ മക്കളെ പോലെ സ്വന്തം കൂടപ്പുറപ്പുകളെ പോലെ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കുചേരാറുണ്ട്. അതുപോലെ ഉത്സവങ്ങൾക്കും വേലകൾക്കും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവാറുണ്ട്. പെരുന്നാളിന് മുസ്ലിങ്ങളുടെ വീട്ടിൽ വരുന്ന ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്. ക്രിസ്തുമസിന് ക്രൈസ്തവരുടെ വീട്ടിൽ പോകുന്ന ഹൈന്ദവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്. നല്ല ഒത്തൊരുമയോടെയാ പഠിക്കുന്നത്. ഞാനൊക്കെ പഠിച്ചത് ലാസ്റ്റ് ബെഞ്ചിലാണ്. എന്റെ പിന്നാലെ എന്റെ അടുത്ത് ഒരു ജയകുമാറുണ്ട്, ഒരു അബൂബക്കറുണ്ട്. എന്റെ പിന്നിൽ ഒരു ജയകുമാറുണ്ട്, ഒരു അബൂബക്കറുണ്ട്, ഒരു ഷിബു ഉണ്ട്. ഞങ്ങൾക്കൊന്നും അവിടെ ജാതിയോ മതമോ കണ്ടിട്ടില്ല. ഞങ്ങളൊക്കെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ് മുന്നോട്ട് പോയത്. അതുപോലെ ഇനിയും നമ്മളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച് ഒരു മതവിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരെ അകറ്റി നിർത്തിക്കൊണ്ട് വോട്ട് ചോദിക്കാൻ വരുന്ന ഫാഷിസ്റ്റ് ചിന്താഗതിയുള്ള നിങ്ങൾ വോട്ട് കൊടുക്കരുത്. അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏതാണോ അവരെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ മുൻവശത്ത് പോലും അടുപ്പിക്കരുത്. അവരെ അകറ്റി നിർത്തണം. അവർ പഠിക്കണം. എല്ലാവരും ഒന്നാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്, നല്ലപോലെ എല്ലാവരും ഒന്നാണ് എന്നുള്ള ചിന്തയിലൂടെ വോട്ട് ചോദിക്കാൻ വരാത്ത കാലത്തോളം അങ്ങനെയുള്ള ഫാഷിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളെ അകറ്റി നിർത്തിക്കൊണ്ട് മലയാള മണ്ണ് മുന്നോട്ട് പോകണം എന്ന് വളരെ താഴ്മയോടെ ഒരു പാവപ്പെട്ട വോട്ടർ എന്നുള്ള നിലയ്ക്ക് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരിക്കൽ കൂടി പറയാണ്, ജാതിയുടെയും മതത്തിന്റെയും പേരും പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാൻ വരുന്ന, വെറും വർഗീയത വിളമ്പുന്ന, വെറും തെമ്മാടിത്തരം പൊതുവേദികളിൽ വിളമ്പുന്ന ഫാഷിസ്റ്റ് ചിന്താഗതിയുള്ള അങ്ങനെയുള്ളവർ ആരാണോ അവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കരുത്. അവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണോ അവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കരുത്. നിങ്ങൾ അകറ്റി നിർത്തണം. നമ്മളൊക്കെ ഒന്നാണ് സുഹൃത്തുക്കളെ. എനിക്കൊരു ആശയമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാനൊരു മുസൽമാനാണ്, നീ ഹിന്ദുവാണ്, നിനക്കൊരു വിശ്വാസമുണ്ട്. അവൻ ക്രിസ്ത്യനാണ്, അവനിക്കും ഒരു വിശ്വാസം ഉണ്ടാകും. എല്ലാവരും പല രീതിയിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും നമ്മളൊക്കെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു മാറ്റമില്ലല്ലോ അല്ലേ? അതിനൊരു തർക്കവും വന്നിട്ടില്ല. കേരളത്തിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും മതമുള്ളവരും മതമില്ലാത്തവരും യുക്തിവാദികൾക്കും ജീവിക്കണം. സംശയം വേണ്ട. ബീഫ് കഴിക്കുന്നവർ ബീഫ് കഴിക്കണം, ചിക്കൻ കഴിക്കുന്നവർ ചിക്കൻ കഴിക്കണം, പന്നി കഴിക്കുന്നവർ പന്നി കഴിക്കണം, മീൻ കഴിക്കുന്നവർ മീൻ കഴിക്കണം. ഇതൊക്കെ കഴിക്കണമെങ്കിൽ ഇതിന്റെ പേരിൽ ആക്രമണം കാഴ്ചവെക്കാത്ത, ഇതിന്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഏതാണോ, ഏത് രാഷ്ട്രീയ പാർട്ടികളാണോ നിങ്ങൾക്ക് ചിന്തയുള്ളത്, നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടികളോടാണോ ഇഷ്ടം, ഇങ്ങനെയൊന്നും മനുഷ്യരെ ഭിന്നിപ്പിക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഏതാണോ അവർക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുക. മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് പറയപ്പെടുന്നത് നിയമസഭയാണ്. ആ നിയമസഭയിലെ മെമ്പർമാർ ആരെയാണോ തിരഞ്ഞെടുക്കുന്ന ആ ഓരോ മെമ്പർമാർക്കും പവിത്രതയുണ്ട്. വർഗീയ ഫാസിസ്റ്റ് ചിന്താഗതിയുള്ള ഒരുത്തരും കേരളത്തിന്റെ നിയമസഭയിലെ മെമ്പർമാർ ആവാൻ പാടില്ല എന്ന് ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ, നല്ലവരായ മനുഷ്യർ ആലോചിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക. ഇവിടെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭിന്നിപ്പിക്കലിനെ നമ്മൾ തകിടം മറിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണ്, മതേതരത്വത്തിന്റെ ഈറ്റില്ലമാണ് കേരളം, ഒരാളുടെ ഭിന്നിപ്പും കേരളത്തിൽ വിലപ്പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുക എന്ന ചിന്തയിലൂടെ വോട്ട് ചെയ്ത് നല്ല ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.